Okay, appo paattu paadu idu kayinittu namukku chat cheyyam. Sing well. Okay, all the best. மெதுவாக கதவு திறந்தாய், காற்றே உன் பேரை கேட்டேன், காதல் என்றாய். நேற்று நீ எங்கே இருந்தாய், காற்றே நீ சொல்வாய் என்றேன், சுவாசத்தில் இருந்ததாக சொல்லி சென்றாய். துள்ளி வரும் காற்றே, துள்ளி வரும் காற்றே, தாய்மொழி பேசு. நிலவுள்ள வரையில், நிலமுள்ள வரையில் நெஞ்சினில் வீசு. துள்ளி வரும் காற்றே, துள்ளி வரும் காற்றே, தாய்மொழி பேசு. காற்றே என் வாசல் வந்தாய், மெதுவாக கதவு திறந்தாய், காற்றே உன் பேரை கேட்டேன், காதல் என்றாய். நேற்று நீ எங்கே இருந்தாய், காற்றே நீ சொல்வாய் என்றேன், சுவாசத்தில் இருந்ததாக சொல்லி சென்றாய். துள்ளி வரும் காற்றே, துள்ளி வரும் காற்றே, தாய்மொழி பேசு. நிலவுள்ள வரையில், நிலமுள்ள வரையில் நெஞ்சினில் வீசு. துள்ளி வரும் காற்றே, துள்ளி வரும் காற்றே, தாய்மொழி பேசு. காற்றே என் வாசல் வந்தாய், மெதுவாக கதவு திறந்தாய், காற்றே உன் பேரை கேட்டேன், காதல் என்றாய். சிலி 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 காலம் மழைக்கும் போது ஒளிந்து கொள்ள நீ வேண்டும், தாவணி குடை பிடிப்பாயா? அன்பே நான் உறங்க வேண்டும், அழகான இடம் வேண்டும், கண்களில் இடம் கொடுப்பாயா? நீ என் அருகில் வந்து நெளிய, நான் உன் மனதில் சென்று ஒளிய, நீ உன் மனதில் என் உருவம் கண்டுபிடிப்பாயா? பூக்களுக்குள்ளே தேனுள்ள வரையில் காதலர் வாழ்க. பூக்களுக்குள்ளே தேனுள்ள வரையில் காதலர் வாழ்க. பூமிக்கு மேலே வானுள்ள வரையில் காதலும் வாழ்க. காற்றே என் வாசல் வந்தாய், மெதுவாக கதவு திறந்தாய், காற்றே உன் பேரை கேட்டேன், காதல் என்றாய். நீ எங்கே இருந்தாய், காற்றே நீ சொல்வாய் என்றேன், சுவாசத்தில் இருந்ததாக சொல்லி சென்றாய். மசிலமே சோமே சிலே சி மாரி சோமே, மசிலமே சோமே சிலே சி மாரி சோமே.
தெரியாத சிப்பி என்னை திறந்து கொள்ள சொல்கிறதா என் நெஞ்சம் மறண்டு நிற்கிறது நான் சிறு குழந்தை என்று நினைத்தேன் உன் வருகையினால் வயதறிந்தேன் பின்னருதை சிறு பிள்ளையாய் செய்வாயா கட்டிலிடும் வயதில் தொட்டிலிட சொன்னால் சரியா சரியா கட்டிலிடும் வயதில் தொட்டிலிட சொன்னால் சரியா சரியா கட்டிலில் இருவரும் குழந்தைகளானால் பிழையா பிழையா என் வாசல் வந்தாய் மெதுவாக காற்றே உன் பேரை கேட்டேன் காதல் என்றார் துள்ளி வரும் காற்றே தாய்மொழி பேசு நிலவுள்ள வரையில் நெஞ்சினில் வீசு துள்ளி வரும் காற்றே தாய்மொழி பேசு துள்ளி வரும் காற்றே தாய்மொழி பேசு എന്ത് പറ്റി കാർത്തികേ? മറന്നുപോയാ? എന്ത് പറ്റി? ടെൻഷനായിരുന്നോ? അല്ല ഒരു ഒരു കീബോർഡിന്റെ സാധനം അത് കേട്ടില്ല. ആ ടിഡിഡിഡിഡ് കേൾക്കാനായിട്ട് നിൽക്കായിരുന്നു സുശാന്തേട്ടാ. ആ ടിഡിഡിഡിഡ് വായിക്കാത്ത കൊണ്ട് കാർത്തിക് പാടാനായിട്ട് വിട്ടുപോയി. അപ്പൊ ചരണത്തിന്റെ അതില് ചരണത്തിലെന്ന് ഉണ്ടായിരുന്നു. അല്ല, അത് ഇടയ്ക്ക് വരണം വിടണമായിരുന്നു, അതിനു വേണ്ടി മറ്റതും വിട്ടു. അയാളുടെ കോൺട്രിബ്യൂഷൻ കൊള്ളായിരുന്നു. ഇനിയിപ്പോ ജഡ്ജസ് പറയട്ടെ. ശരത് സാർ. കാർത്തിക് എന്താണ് മറവി? വേറെ എന്തെങ്കിലും ആലോചിച്ചോണ്ട് നിന്നോ കാർത്തിക്? പിന്നെ റിഹേഴ്സലിന് കുഴപ്പമില്ല, ഇവിടെ വന്ന് ആക്ഷൻ ടെൻഷൻ. അതാണ് കാര്യം. അത്രേ ഉള്ളൂ. അപ്പൊ സുശാന്തിന്റെ പേര് ചുമ്മാ അങ്ങ് ഇട്ടതാ. അല്ല, അത് ഞാൻ കേട്ടു ശ്രദ്ധിച്ചിരുന്നായിരുന്നു. അല്ല, അത് കഴിഞ്ഞിട്ട് കാറ്റേ തന്നെ തുടങ്ങായിരുന്നല്ലോ, അവര് നിർത്തി. കാറ്റേന്ന് തുടങ്ങാൻ വൈ സ്റ്റാർട്ട് ഇൻ ബിറ്റ്വീൻ ആ ലൈൻ ലൈവാ. അപ്പോൾ എന്താ പ്രോബ്ലം? അപ്പൊ പിന്നെ എന്താണ് പാടിക്കൂടെ? അങ്ങനെ പാടിയെങ്കിൽ ചുമ്മാതുള്ളവർക്ക് അറിയാൻ പറ്റത്തില്ല. ഒരിച്ചിരി നേരം ഒരു കാറ്റേന്ന് പാടി ആരും കേസൊന്നും കൊടുക്കാൻ പോകുന്നില്ല. ഇടയ്ക്ക് പിടേന്ന് വന്ന് തുടങ്ങിയപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു അഴക് പോയി. അതാണ് പ്രധാനമായിട്ട്. പിന്നെ മറന്നു എന്നുള്ളത് ലോകം മുഴുവൻ അറിയുകയും ചെയ്തു. പിന്നെ നീ വേണ്ടും എന്താണോ പാടിയത്? നീ വേണ്ടും. അത് നീ വേണ്ടും അവിടെ അതല്ലാണ്ട് അത് ഇപ്പൊ നമുക്ക് വേണ്ട ഐറ്റം അല്ലേ മോൻ പാടുന്നത്. നീ വേണ്ടും തീനേനെ, അത് ഇതിൻ്റെ ഒരു സ്പീഡ് സംഭവം വേണ്ടത്. പിന്നെ എന്താണ് പിന്നെന്താ? കുടൈപ്പിടിപ്പായ. എന്തൊരു ശക്തിക്കൊരു എന്തൊരു ബലം ആ കുടയ്ക്ക്. കുടൈപ്പിടിപ്പായ പിടിയടാ കുട എന്നുള്ള അർത്ഥത്തിൽ. എന്തിനു മോനെ അത്? പ്രേമപ്പാട്ടല്ലേ ഇത്? ചേച്ചി കഴിഞ്ഞ വട്ടമാണ് ചേച്ചിയുടെ മരുമോന് വേണ്ടി ഒരു 6 അടിയുള്ള വലിയ 2 കുട മേടിച്ചോണ്ട് പോകുന്നതാണ്. സത്യം. റിയൽ എസ്റ്റേറ്റിൽ വെയിൽ കൊള്ളുമെന്ന് പറഞ്ഞിട്ട് അത് അടുത്ത് നിൽക്കുന്നവരും ഇപ്പൊ വെയിൽ കൊള്ളാതിരിക്കുന്ന ആ കുട കൊണ്ട് അത്ര വലിപ്പമുള്ള കുട ആനക്കൊക്കെ പിടിക്കുന്ന. ഓക്കെ, അതൊക്കെ എന്തിനാ അത് അത്രയ്ക്ക് ബലം പിടിച്ചത്? അത് കുഴപ്പമില്ല മോനെ. അത് ഹെഡ് വോയിസ് ഒക്കെ നിങ്ങൾ ഈ വയസ്സിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണത് സ്ട്രേറ്റ് ആയിട്ട് ഇവിടെ അതിങ്ങനെ പോയി. പസാജ് എനിക്ക് ഈ ഹെഡ് വോയിസും ചെസ്റ്റ് വോയിസും തമ്മിൽ കണക്ട് ചെയ്യാൻ എനിക്ക് അറിയത്തില്ല, അപ്പൊ അത് കുറച്ച് സമയം എടുക്കും. കുഴപ്പമില്ല മോനെ, അതുകൊണ്ട് വന്നാണ് ഈ കുഴപ്പം കേട്ടോ. അത് കാര്യം പ്രേമം അങ്ങ് പോവും കേട്ടോ, റിയൽ ലൈഫ് ആവും ഇത്രയും വിഷമം വരുമ്പോഴത്തേക്ക്. ഇപ്പൊ ഒന്ന് മനസമാധാനം പാടി. ധാവണിക്കുടെ പിടിപ്പായ ധാവണിക്കുടെ പിടിപ്പായ അങ്ങ് വരുവാണ്. അവിടുത്തെ കുറെ ഐറ്റങ്ങളില്ലേ, ഈ സാധനങ്ങൾ മൊത്തം വേണ്ടേ? മൊത്തം ഒരു മറവിയുടെ ഒരു
എന്താണ് പറയേണ്ട ഒരു കരഞ്ഞിടലായിരുന്നു മോൻ്റെ അടുത്ത്. ഇതാരാ സെലക്ട് ചെയ്ത ഈ പാട്ട്? സ്വന്തമായിട്ട് സെലക്ട് ചെയ്ത. അത് പാടാൻ പറ്റും. കാർത്തിക് ഇപ്പോൾ പാടുമ്പോൾ നമ്മൾ പാടിത്തരുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, തിരിച്ച് പാടുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് അത് ശ്രമിക്കാത്തത്? ഞാൻ പാടുന്നത് ശരിയാണെന്നായിരുന്നു വിചാരിച്ചത്. മോനെ കരി, അതിൻ്റെ അടുത്തിരിക്കുന്ന രണ്ടുപേരും എന്താ പറയണ്ട, ഈ പ്ലാനറ്റ്സിൽ കുറേ വിശ്വാസമുള്ള ആളുകളാണ്, അണ്ണനും ശരി ചേച്ചിയും. അപ്പോൾ ഇതിന് ഒരു മാർഗം അവർ പറയുന്നത് ചന്ദ്രൻ്റെ ആ ഒരു കല്ലിട്ടാൽ പാട്ടിൽ വരുന്ന കല്ലൊക്കെ ഇല്ലാതാവുമെന്നാണ്. അല്ലതാ ഇട്ടിട്ടുണ്ട്, അവരൊക്കെ ഇട്ടിട്ടുണ്ട്. ഒന്ന് കാണിച്ച് അണ്ണൻ്റെ ചന്ദ്രനെ ഒന്ന് കാണിച്ചു. ഇപ്പുറത്തുണ്ട് ഈ വൈറ്റ് ഐറ്റം കേട്ടോ. എനിക്ക് അറിഞ്ഞുകൂടാ ചന്ദ്രൻ ആരാന്ന്. എനിക്ക് ആകെപ്പാടെ ചന്ദ്രൻ ജോത്സ്യരെയാണ്. ചേച്ചിയുടെ പേര് ഇതാണ്ട. ഇത് വേറൊന്നുമല്ല, നമുക്കൊരു ഈ മൂന്ന് എനിക്ക് എത്രത്തോളം മൂന്നാണ് നമ്മുടെ മെന്റൽ ഇത് മൈൻഡിനെ നിയന്ത്രിക്കണെന്ന് പറയണം. നിങ്ങൾ ഇപ്പൊ ഞങ്ങൾ വിശ്വസിപ്പിക്കാൻ വേണ്ടി പറയല്ല, പക്ഷെ അപ്പോ മൂണിന്റെ സ്റ്റോൺ ആണ്. പ്രശ്നമാണ്. ആണോ? ഇയാൾക്ക് കോൺഫിഡൻസ് ആണ് പ്രശ്നം. ഇനി മൂണിന്റെ ഇട്ടിട്ട് മൂണെല്ലാം മറന്നു പോവുമോ? മൂണ് വേണ്ട, നമുക്ക് മോൻ മതി കേട്ടോ. അപ്പം അത് ഇതൊക്കെ ഒരു മനസ്സിൻ്റെ സംഭവങ്ങളാണ് കേട്ടോ. നമ്മളങ്ങ് വിചാരിക്കുക തെറ്റത്തില്ല, സൂപ്പറായിട്ട് പാടും. പിന്നെ ഡീറ്റെയിലിംഗ് വേണം മോനെ. കാര്യം അതില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? നല്ല ശരത്തെ ഒന്ന് നമ്മള് ശരത്തിന്റെ അടുത്ത് ഒന്ന് ചോദിച്ചോളാൻ പറഞ്ഞില്ലേ? അതെപ്പോഴെങ്കിലും എന്നെ വിളിച്ചാൽ എനിക്ക് എങ്കും സമാധാനമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പോലും പറ്റിയിട്ടില്ല കാർത്തികിന്. പക്ഷേ വളരെ സിൻസിയറായിട്ട് പാടിയൊക്കെ കേൾപ്പിച്ചു. ഞാനതിൽ വളരെ സന്തോഷിച്ചു. ഇതിപ്പോൾ ഇതിൻ്റെ ഒരു അറ്റ എവിടെങ്ങാണ്ട് എവിടെയോ ഞാനൊരു തിക്ക് തിരക്കിൻ്റെ ഇടയിൽ നിന്നപ്പോൾ പാടി. കുറേ കൂടെ ശ്രദ്ധിക്കണം കാർത്തികിനോട് പറ്റും കേട്ടോ. ഇപ്പം പഴയതുപോലെയല്ല കാർത്തിക്, കുറേ മാറിയിട്ടുണ്ട്. ഇങ്ങനെ കുറച്ചും കൂടെ മാറണം കേട്ടോ. ഇതാണ് മോൻ ഒന്ന് പാട്ട് സെലക്ഷൻ. ഇങ്ങനത്തെ പാട്ട് ഇതിൽ ഒരുപാട് കുഞ്ഞു സംഗതികളുണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽസ് പഠിച്ചാലേ പറ്റുള്ളൂ മോനെ. അത് ആദ്യം സ്ലോ ആയിട്ട് പഠിക്കുക. എന്തിനാ ഫാസ്റ്റായിട്ട് ആദ്യമേ പഠിക്കണം? അത് മനസ്സിലാവണം എന്താന്നുള്ളത്. ആ സ്ലോ ആ സംഗതി അനലൈസ് ചെയ്തിട്ട് അത് എന്താന്ന് മനസ്സിലാക്കിയിട്ട് ഫാസ്റ്റ് ആക്കിയാലേ അങ്ങനെ മാത്രമേ നടക്കുള്ളൂ, ആ സംഗതി ക്ലിയർ ആവുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും മോൻ എപ്പോൾ പാടിയാലും ഇങ്ങനെ തന്നെ വരും. ശരത്തിനെ ഇപ്പൊ പറഞ്ഞ പോലെ ഒരു 2-3 പ്രാവശ്യം വിളിച്ചാൽ സാരല്ല, ശരത്തിന് ബോറടിക്കുകയായിരിക്കും. പക്ഷെ അത് മോന്റെ ആവശ്യമാണ്. എനിക്ക് ബോറടിക്കത്തില്ല കേട്ടോ. ഞാൻ ഒരിക്കലും സംസാരിക്കാനോ പാടാനോ പറ്റാത്ത സ്ഥലത്തൊക്കെ നിന്നപ്പോഴാണ് മോൻ വിളിച്ചത്. ഇപ്പം വണ്ടി ഓടിക്കുമ്പോൾ ഓക്കെ. ഒന്നാമത് എനിക്ക് എൻ്റെ ബ്ലൂടൂത്ത് ഞാൻ വയ്ക്കത്തില്ല, ഹെഡ്സെറ്റ് വർക്ക് ചെയ്യത്തുമില്ല. പോലീസും പിടിക്കും. പോലീസ് എന്നെ പിടിക്കാൻ വേണ്ടി അങ്ങ് നിൽക്കുക. കറക്റ്റ് പോലീസിൻ്റെ അടുത്ത് എത്തുമ്പോൾ കാർത്തിക് വിളിക്കും. അപ്പോഴേ ഞാനൊരു 500 രൂപ എടുത്ത് വയ്ക്കും, സംശയം തീർക്കും. എൻ്റെ 6500 രൂപ പോയി ഈ ഒരു പാട്ട് പഠിച്ചപ്പോഴേ. മര്യാദയ്ക്ക് അച്ഛൻ്റെ ഇത് മേടിച്ച് തരിക കാശ് കേട്ടോ. എല്ലാ ബില്ലും വെച്ചിട്ടുണ്ട് പോലീസ് പിടിച്ച്. അച്ഛനാണോ പിടിച്ചത് തന്നെ? കാർത്തിക് എന്ത് ഒരു ലൈൻ അസലായിട്ട് പാടി അത് വേറൊരു ലെവലിലാണ് കിടക്കണേ. അപ്പൊ ഞങ്ങക്ക് വെട്ടുകളയാൻ പറ്റില്ല കാർത്തികിനെ. എങ്ങനെ ഞങ്ങൾ പിഴിയോണ്ടിരിക്കും. കാർത്തിക് ഇത് തന്നെയാണ് വീണ്ടും നമ്മളെല്ലാവരും ഒരുമിച്ചാണല്ലോ പറഞ്ഞത്. എന്ത് ചെയ്യും? ഐ ഡോണ്ട് നോ. ഹെഡ് വോയിസ് ആദ്യം അത് ശരിയാക്കണം. ആ ബ്രിഡ്ജ് മേളിൽ പോകുമ്പോൾ ചെസ്റ്റ് കൊണ്ട് പാടിയാൽ വൃത്തികേടായിരിക്കും, എസ്പെഷ്യലി ബിയോണ്ട് യുവർ റേഞ്ച്. അപ്പോൾ അത് എത്തുന്നില്ല ആൻഡ് സ്ട്രഗിൾ ചെയ്യുന്നു. പോസ്ചറിനെ കുറിച്ച് കുറേ പറഞ്ഞു. നമ്മൾ കണ്ണാടിൻ്റെ മുമ്പിൽ പാടണം എന്ന് പറഞ്ഞു, അത് ചെയ്തിട്ടില്ല. ആൻഡ് ഈവൻ നൗ ഇപ്പോൾ വീണ്ടും പാടാൻ പറഞ്ഞപ്പോഴും ഹെഡ് ടിൽറ്റ് ചെയ്തു. All that, because it's repeating. Same mistakes are getting repeated. ഈ പാട്ടിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു സെക്കൻഡ് ചരണം വാസ് വെരി നൈസ്. സെക്കൻഡ് ചരണം പാടിയത് ഇറ്റ് വാസ് വെരി നൈസ്. You need to really buck up to go to the next stage. Please. Good luck. Thank you, Srini sir. Marks ചോദിക്കാം കാർത്തിക്. സുജാ ചേച്ചി. $25.5 on 30. Thank you, Chechi. Srini sir. 26 on 30. Thank you, Srini sir. Sharath sir. കാർത്തിക് ശരിയായിക്കോണം പാടി. 25.5 on 30 again from Sharath sir. 90ൽ 77 marks ആണ് കിട്ടിയിരിക്കുന്നത്.
നമുക്കിനി 10-ൽ എത്ര മാർക്കാണെന്ന് നോക്കാം. ഹാവ് ടു കോൺഫിഡൻസ് മാത്രം ആണ് വേണ്ടത്. ഡോണ്ട് ബോദർ അബൌട്ട് us. This is what we'll give. 7.5 on 10, 84.5 on 100.